ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സിദ്ദിഖിൻ്റെ ഒരു വീഡിയോ പുറത്തു വിട്ടപ്പോൾ വളരെയധികം പേര് അതിനെക്കുറിച്ച് അനുകൂലമായിട്ട് സംസാരിച്ചു. പക്ഷെ അവർക്ക് അപ്പോഴും അറിയാനുണ്ടായിരുന്നത് സിദ്ദിഖ് എവിടെ സത്യത്തിൽ. നിങ്ങൾ സൂപ്പർ സ്റ്റാർ മറ്റേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരാണ് ആ സൂപ്പർ സ്റ്റാർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് നമുക്ക് ഒരു കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടു സത്യം തന്നെയാണ്. ആരാണ് കൊന്നത് എന്നും അറിയാം. പക്ഷെ തെളിവുകൾ നമ്മുടെ കസ്റ്റഡിയിൽ അപ്പം ഇല്ല. തെളിവുകൾ നമ്മുടെ കസ്റ്റഡിയിൽ ഹാജരാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ ആ പേര് പുറത്തു വിടുന്നത് ശരിയല്ല. എന്നാൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത്. ആ വിശ്വാസം കൊണ്ട് നടക്കുക. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരും പറയുന്നത് എന്താ? സിദ്ദിഖിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ആര്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മൗനാനുവാദത്തോടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഈ ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വയ്യാവേലി കൂടി പിടിച്ച് തലയ്ക്ക് വയ്ക്കാൻ ഒരു ഗവൺമെൻറ്റും ആഗ്രഹിക്കില്ല എന്നാലോചിക്കണം. മാത്രമല്ല അവിടെ നിന്ന് നമ്മൾ ആ രാഷ്ട്രീയപരമായിട്ട് വ്യത്യസ്ത ചേരിയിലുള്ള ആൾക്കാരും അല്ലാത്തവരും പറയുന്നൊരു കാര്യമുണ്ട്. സിദ്ദിഖ് ഒളിവിൽ തന്നെയാണ്. ഇത് പോലീസുകാർക്ക് അറിയാം. പക്ഷേ അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഹൈക്കോടതി പറഞ്ഞു അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹൈക്കോടതി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവാദിത്വം അവിടെ തൽക്കാലം തീരുമാനിച്ചിരിക്കുക. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റും ഉത്തരവിട്ടിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് പോയപ്പോഴും സംസ്ഥാന സർക്കാർ ഇതിനെതിരായിട്ട് പോയിട്ട് ഇതൊക്കെ ശരി തന്നെ. ഇതൊക്കെ ശരി വയ്ക്കുമ്പോഴും നമ്മൾ ചിലരുണ്ട് വരികൾക്കിടയിൽ വായിക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ പോലീസ് എന്നും ഭരിക്കുന്ന പാർട്ടിയുടെ ആളായി നിൽക്കണം. അവർ പറയുന്നത്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് പറയുന്നത് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ നമ്മുടെ പോലീസിനുണ്ട്. നമ്മുടെ പോലീസ് മോശമൊന്നുമല്ല, നല്ല പോലീസ് തന്നെയാണത്. അവർ വിചാരിച്ചാൽ പല കേസുകളും തെളിയിക്കാൻ പറ്റും. അങ്ങനെയുള്ള പോലീസ് തന്നെയാണ്. പക്ഷെ ആ പോലീസിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ശക്തികളുണ്ട്. രാഷ്ട്രീയ ശക്തികളെ കൺട്രോൾ ചെയ്യുന്ന വലിയ തിമിംഗലങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അപ്പം അവരൊക്കെ പറയുമ്പോൾ ഇത് സിദ്ദിഖിനെ മാത്രമല്ല, ഇവിടെ ആളൊക്കെ പല ആൾക്കാർക്കും ഗോഡ് ഫാദർമാരുണ്ട്, വമ്പൻ സ്രാവുകളുടെ ഗോഡ് ഫാദർമാർ. ചില MLA-മാരും MLA സ്ഥാനാർത്ഥികളും ഒക്കെ അവരുടെ നോമിനികളാണെന്ന് ആലോചിക്കണം. ഇവിടെ നമ്മൾ എത്രയോ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അറസ്റ്റ് വരിച്ച് അടികൊണ്ട് ചോര തുപ്പി എല്ലാം നഷ്ടപ്പെടുത്തിയവൻ്റെ പേരൊന്നും ഈ സ്ഥാനമാനങ്ങളിലേക്ക് വരില്ല. വന്നിരിക്കുന്നത് അറിയാ, കോടികൾ സംഭാവന കൊടുത്ത അല്ലെങ്കിൽ ഏതോ വമ്പൻ സ്പോൺസറുടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് ചില സ്ഥാനാർത്ഥികളെക്കുറിച്ച് കേൾക്കുന്നത്. അത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഒന്നുമില്ല. മിക്ക പ്രസ്ഥാനങ്ങളിലും ചില സ്ഥാനങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരാം, അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് വരാം, അല്ലെങ്കിൽ സിനിമാക്കാർ വരാം, ഇങ്ങനെ പല വരാം, വലിയ വ്യവസായികൾ വരാം, ഇതൊക്കെയുണ്ട്. അപ്പം അതൊക്കെ ചില റിസർവേഷൻ സീറ്റ് പോലെ ചിലർക്ക് നീക്കി വെച്ചിരിക്കുന്നു എന്ന് സത്യം തന്നത്. അപ്പം അവരുടെയൊക്കെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലോകം തന്നെയാണ്. അവിടെ വരിക്കുന്നവർ കൂടി ആരാധിക്കും. നമുക്കറിയാലോ, നിങ്ങളിപ്പോൾ കുറ്റം പറയുന്ന, അപ്പോൾ ഇയാളൊക്കെ ഈ കുറ്റം പറയുന്ന ഈ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായ സിദ്ദിഖ് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നടി കവിയൂർ പൊന്നമ്മ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ബോഡിക്ക് അരികിൽ നെഞ്ച് വിരിച്ചാണ് സിദ്ദിഖ് നിന്നിരുന്നായിരിക്കും. അത് ആരൊക്കെ? മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, വമ്പന്മാരൊക്കെ ഉണ്ട്. അവർക്കിടയിലാണ് നിൽക്കുന്നത് ആലോചിക്കണം. അപ്പോൾ ഇവർക്ക് അറിയാമല്ലോ ഈ സിദ്ദിഖ് ഇങ്ങനെയാണ്, സംസ്ഥാന ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യാൻ മുമ്പ് ഓർഡർ ഇട്ടിട്ടുള്ളതാണത്, ഹൈക്കോടതി പറഞ്ഞു, ഇതൊക്കെ പറയാം. എന്നിട്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും, അതുമാത്രമല്ല ആ സമയത്ത് പോലീസ് നിറയെ പോലീസുണ്ടായിരുന്നു, ഒരാൾ പോലും അറസ്റ്റ് ചെയ്യുന്നുണ്ടായില്ല. പിന്നീടല്ലേ അപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ജാമ്യം കൊടുക്കാൻ വേണ്ടി അതായത് ഒരു കേസ് പ്രസൻറ്റ് ചെയ്താൽ അത് തോൽവി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള ഒരു വക്കീലിനെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പല വമ്പൻ വക്കീൽമാരെ അന്വേഷിച്ച് അവസാനം നമ്മുടെ ബോളിവുഡിലെ
ഒമ്പനായ ഷാരൂഖ് ജി എന്നൊക്കെ പറയില്ലേ, ഷാരൂഖ് ഖാൻ്റെ കേസ് വാദിക്കുന്ന വക്കീലിനെയാണ് അവസാനം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ആലോചിക്കണം. അപ്പം നിങ്ങൾ അവിടെ ഒരു കുരിഷ്ട് വരും. ഷാരൂഖ് ഖാൻ്റെ വക്കീൽ സിദ്ദിഖിൻ്റെ വക്കീലായി മാറി. അവിടെ നിങ്ങൾ ഒരു കുനിഷ്ട്, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ തുറന്നു വിടുന്നതായിരിക്കണം. അവിടേക്ക് വിശദാംശങ്ങളിൽ പോകാൻ ഞാൻ ആ പക്ഷക്കാരനല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തായാലും വക്കീൽ വെറുതെ വരില്ല, അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിക്കും. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളൊരാളെ പറഞ്ഞിരുന്നു ഇങ്ങനെ. ഉണ്ട്, കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ ഒരു നടൻ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല, ഉണ്ട്. അദ്ദേഹം മുഖാന്തരമാണ് ഷാരൂഖ് ഖാൻ്റെ വക്കീലായിട്ട് ബന്ധപ്പെട്ടതെന്നും ആലോചിക്കാം. അദ്ദേഹം മുഖേന തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് ഒന്ന് കണ്ണടച്ചതെന്ന് ആലോചിക്കണം. കണ്ണടച്ച് വരുന്നല്ല, ഇവിടെ ഈ സുപ്രീം കോടതിയിലത്തെ ഈ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ ഒരു കണ്ണടപ്പ് മാത്രമാണ് ഇരിക്കാറുണ്ട്. അവരെല്ലാം സ്റ്റഡിയായി നിൽക്കുകയാണത്. അപ്പോൾ നിങ്ങളെന്താ ചോദിക്കാൻ പോകുന്നത്? നിങ്ങൾ പറയാൻ പോകുന്നത് ഇതൊന്നും ദിലീപിൻ്റെ കാര്യത്തിൽ കണ്ടില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. ദിലീപിൻ്റെ കാര്യത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ദിലീപിന് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ദിലീപിൻ്റെ വീട് വളഞ്ഞു, അത് സത്യം, അത് പോലീസിൻ്റെ ഇതാണ്. പോലീസ് വളഞ്ഞു വന്നത്തെ നമുക്ക് അന്ന് അങ്ങനെ വളഞ്ഞു നിന്നിരുന്നു. ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതേപോലെ ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ പോലീസ് അദ്ദേഹത്തിന് 3 or 4 വീടുണ്ട്, ആ വീട്ടിലൊന്നും ഒരു പോലീസുകാരും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പോലീസ് ശക്തമായി തന്നെ ഇവൻ്റെ സിദ്ദിഖിൻ്റെ പുറകിലുണ്ട്. കാരണം അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സിദ്ദിഖ് എവിടെ പോകുന്നു, എവിടെയുണ്ടെന്ന് അറിയാം. കാരണം ഇത് ജാമ്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജാമ്യം കിട്ടിയാൽ അറസ്റ്റ് ചെയ്ത് മുൻകൂർ ജാമ്യങ്ങളുണ്ട് വിടാം. ഈ രീതിയാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ ഇന്ത്യ വിട്ടുപോയി എന്ന ഒരു പ്രചരണമുണ്ട്. ഇന്ത്യ വിട്ടു പോയിട്ടില്ല. കാരണം ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം, എന്നാലും നമ്മുടെ എയർപോർട്ടുകളല്ലേ അവിടെയൊക്കെ വെട്ടിച്ച് പോകാനുള്ള സംവിധാനം ആൾക്കാർക്ക്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ നമ്മൾ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ആ രീതിയിലേക്ക് നമുക്ക് പോകണ്ട. സിദ്ദിഖ് ഈ കൊടുത്തതിന് ശേഷം വേറെ സ്ഥലത്തേക്ക് പോയിട്ടില്ല എന്നാണ് അറിവുള്ളത്. അപ്പോൾ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ തന്നെയെന്ന് വെച്ചാൽ ഈ കേരളം വിട്ട് സിദ്ദിഖ് പോയിട്ടില്ല. കേരളം വിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതായത് എറണാകുളം ജില്ല വിട്ടു പോയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അത് ഇവിടെ തന്നെ നമ്മൾ പറയാറില്ലേ, ശക്തരായ ആരോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒളിപ്പിച്ച് വെച്ച് ഒരു കുഴപ്പവും കൂടാതെ നമ്മൾ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെ ഈ നമ്മളോട് വലിയ വലിയ കാര്യങ്ങൾ പറയുകയും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയും സ്ത്രീകളുടെ ആളാണെന്ന് പറയുകയും ചെയ്യുന്നവർ തന്നെയാണ് സിദ്ദിഖിനെ പോലെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത്. ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുമ്പോൾ തന്നെ പോലീസിന് അറിയാം. പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അറസ്റ്റ് ചെയ്യാവുന്നത്. വേറൊരു കാര്യം കൂടി ആലോചിക്കണം. വളരെ ആത്മവിശ്വാസം തന്നെയാണ് സിദ്ദിഖും സിദ്ദിഖിൻ്റെ കൂടെയുള്ളവരൊക്കെ. എന്താ കാരണം, സുപ്രീം കോടതിയിൽ ഈ വക്കീൽ ഷാരൂഖ് ഖാൻ്റെ വക്കീൽ വാദിച്ചാൽ മുൻകൂർ ജാമ്യം ഉറപ്പ് ആണ് എന്ന് പറഞ്ഞ പോലെ ശരിയാണത്. അങ്ങനെ ഇനി കിട്ടിയാൽ തന്നെ വേറെ കാര്യം ആലോചിക്കണം. പുറത്തു വിടാത്ത പോലീസിനറിയാം. കാരണം ചില കാര്യങ്ങൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കേസിന് തടസ്സമാകും എന്നുള്ളത്. ഇപ്പോൾ ഈ കാര്യത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയാലും തൽക്കാലം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടാൻ പോയാലും 2 കേസുകൾ കൂടി സിദ്ദിഖിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അത് പോലീസിൻ്റെ കൈവശമുണ്ട്. അത് അറസ്റ്റ് ചെയ്തില്ലാന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത. ഇത് വിശ്വസിക്കാവുന്ന വാർത്ത തന്നെയാണ് കേട്ടോ, കള്ളം പറയുകയല്ല. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം ഉറപ്പ്, വരുന്ന ചൊവ്വാഴ്ച തീർച്ചയായും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യും.